ഹലോ, പ്ലീസ് വീൽ അറ്റ് ഈസ് മിസ്റ്റർ ലിങ് എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയുടെ അവസാനത്തെ പാർട്ടാണിത്. അപ്പോൾ പുതിയ പുതിയ ഡ്രാമകളൊക്കെ കാണുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റോറി എന്തായെന്നൊന്ന് നോക്കിയാലോ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അവസാനമായി കണ്ടത് ആൻ അവളുടെ ബ്രദറിനെ വിളിച്ച് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് അവളുടെ അടുത്തേക്ക് വരാൻ നിന്ന ലിൻ തിരികെ പോകുന്നതാണ്. അവൾ അങ്ങനെ ബ്രദറിനെ കാണുന്നുണ്ട്. അവൻ ലിന്നിനെതിരായി ഓരോന്ന് ചെയ്യുന്നതിനാൽ തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുവാൻ വേണ്ടിയാണ് അവൾ വന്നിരിക്കുന്നത്. അവന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് കാണുന്ന ആൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ഫംഗ്ഷനിടെ ആൻസിൻ ഗ്രൂപ്പിന്റെ CEO ആയ ബ്രദറിനെ അവൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവൻ സംസാരിക്കാൻ തുടങ്ങുന്നതും ലിൻ അവിടെ എത്തി സ്റ്റേജിലേക്ക് കയറുകയാണ്. അവിടെ വെച്ച് അവന്റെ കമ്പനിക്ക് യാതൊരു തരത്തിലും തെറ്റായ ഒരു വഴിയിലൂടെയും പോയില്ലെന്നതും ബ്രദർ പറഞ്ഞതിനെ കുറിച്ചുമെല്ലാം റിപ്പോർട്ടേഴ്സിന് മുന്നിൽ നന്നായി തന്നെ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് മുഴുവൻ ബ്രദറിന് പിന്നാലെയാണ്. ഇന്ന് നടന്നതിനെ കുറിച്ച് ആനിന്റെ ഷോപ്പിൽ പോയി സിൻ അവളോട് പറയുന്നുണ്ട്. കാരണം സിന്നിന്റെ സ്വന്തം ബ്രദറാണല്ലോ അവൻ. അതിനാൽ തന്നെ വീട്ടിലേക്ക് എത്തിയ ലിൻ ആനിനോട് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അവൾ ഇന്ന് നടന്നതിനെ കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. അവന് ഇതേ സിറ്റുവേഷൻ വന്നപ്പോൾ ആൻ അതിനെക്കുറിച്ച് തിരക്കിയെങ്കിലും അവനതറിയില്ലല്ലോ. അവൾ ബ്രദറിനു വേണ്ടി സംസാരിക്കുന്നത് കേട്ട് ലിൻ അവളോട് പിണങ്ങുന്നുണ്ട്. രണ്ടുപേരും രണ്ടിടത്തായാണ് കിടക്കുന്നത്. പിറ്റേ ദിവസമായിട്ടും അവരുടെ പിണക്കത്തിന് യാതൊരു മാറ്റവുമില്ല. അടുത്തതായി നമ്മൾ കാണുന്നത് ജിം ലിന്നിനെ സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് മെസ്സേജ് അയക്കുന്നതാണ്. അത് കാണുന്ന ലിൻ പിറ്റേ ദിവസം അവൾ പറഞ്ഞ ടൈമിൽ തന്നെ സ്കൂളിൽ എത്തുന്നുണ്ട്. ജിന്ന് വരുന്നതും അവൾ ആ ഒരു ഹാളിന്റെ ഡോർ അടച്ചാണ് അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ലിൻ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ഡോറ് മുഴുവൻ ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം അവനുള്ള ലൊക്കേഷൻ നോക്കി ആൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് നിൽക്കുന്ന ഹാളിലെത്തി അവൾ ലിന്നിനെ വിളിക്കുന്ന നേരം അവൻ അവളെ ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൾ ജിന്നിനെ ശ്രദ്ധിക്കുന്നത്. ലിന്നാണെങ്കിലോ അവർ തമ്മിൽ കിസ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ആനിനെ കാണിക്കുകയാണ്. ആൻ അത് ആദ്യം കണ്ടതിനാൽ തന്നെ അവൾക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. പോരാത്തതിന് ജിന്നിനെ കണക്കിനിട്ട് കൊടുത്തിട്ടാണ് ലിന്നിനെയും കൂട്ടി അവിടെ നിന്ന് അവൾ പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ആനിനൊരു അപകടവും പറ്റരുതെന്ന് കരുതി ലിൻ അവന്റെ അസിസ്റ്റന്റിനെ അവളുടെ കൂടെ വിടുന്നുണ്ട്. അവർ ഓരോന്ന് സംസാരിച്ചിരിക്കെ അസിസ്റ്റന്റ് ലിന്നിന്റെ അടുത്തെത്തിയ സ്റ്റോറി പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അസിസ്റ്റന്റ് നേരെ പോകുന്നത് നമ്മുടെ ലിന്നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറില്ലേ ഒരു ഡോക്ടർ, അവനെ കാണുവാൻ വേണ്ടിയാണ്. അവൻ അവന്റെ ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. അസിസ്റ്റന്റിനാണെങ്കിലോ അവൻ പ്രപ്പോസ് ചെയ്യുന്ന ഓരോ വേർഡ്സും കേട്ട് അവന്റെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവർ തമ്മിലും ഒരു ഡേറ്റിംഗ് തുടങ്ങുകയാണ്. ഇതേ സമയം ആകാശത്ത് വെള്ളി നക്ഷത്രം കണക്കിന് എന്തോ ഒന്ന് പോകുന്നുണ്ട്. ഇത് പോകുന്ന സമയം നമ്മുടെ ഈ സ്റ്റോറിയിലെ 4 കപ്പിൾസിനെയും കാണിക്കുന്നുണ്ട്. ജിൻ അവളുടെ ബോയ് ഫ്രണ്ടിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പുറത്തെ ആൻ ആണെങ്കിലോ അത് കണ്ട ഉടൻ എന്തോ ഒരു വിഷ് ചെയ്യുന്നുണ്ട്. ലിൻ അതിനെക്കുറിച്ച് അവളോട് ചോദിക്കുമ്പോൾ എനിക്കൊരെണ്ണമല്ല ഒത്തിരി വിഷുണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരുടെ പാർട്ട്നേഴ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ ബ്രദർ മാത്രം തനിയെയാണ് ഇരിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണിക്കുന്നത് ആനിനെ ഉപദ്രവിക്കാൻ വന്ന ഫ്രണ്ടിനെയാണ്. അവൾ കോളേജിലായിരിക്കുമ്പോൾ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ചേരുന്നുണ്ട്. അവളുടെ ക്ലാസ്സിൽ നിന്നൊന്നും മറ്റാരും തന്നെ പങ്കെടുക്കുന്നില്ല. അവളുടെ ആകെയുള്ള എതിരാളി നമ്മുടെ ആൻ ആണ്. ആൻ നന്നായി പടം വരയ്ക്കുന്നതിനാൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആനിനെയാണ്. അതിനാൽ തന്നെ അവൾക്ക് ആനിനോട് ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു. വരക്കുന്നതിനിടെ എന്തോ ആവശ്യത്തിനു വേണ്ടി പോയ ആൻ അറിയാണ്ട് ആ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിടിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന പെയിന്റ് അവളെ മേലാവുന്നുണ്ട്. ആന് സോറി പറഞ്ഞിട്ടൊന്നും അവൾക്ക് ഒരു മാറ്റവുമില്ല. ആനിനോട് അവൾക്ക് ആദ്യമേ ദേഷ്യം തോന്നിയതായിരുന്നല്ലോ. ഇവൾ ആനിന്റെ അടുത്തോട്ട് ചെന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നതിനിടെ ആനിന്റെ കൈത്തട്ടി അവൾ വീഴുന്നുണ്ട്. ആ ഒരു വീഴ്ചയിൽ അവൾക്ക് വരയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് അവൾക്ക് ആനിനോട് ഇത്രയ്ക്ക് ദേഷ്യം. അങ്ങനെ അവൾ ആനിനെ തനിയെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ഓഫീസിലേക്ക് വരുന്ന വഴിയിലാണ് ആൻ ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് അയച്ച ടെക്സ്റ്റ് അവൻ കാണുന്നത്. കണ്ട ഉടൻ അവളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും കണക്റ്റ് ആവുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അവൻ അവിടെ എത്തിയതും അവനെ കണ്ടതും ആനിനെ കിഡ്നാപ്പ് ചെയ്ത ആൾ അവളുടെ കഴുത്തിൽ കത്തിവെച്ച് അവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് ഉള്ളത് കാണിച്ചു കൊടുത്ത് അതിൽ സൈൻ ചെയ്യുവാൻ വേണ്ടി ലിന്നിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൽ സൈൻ ചെയ്ത് ഡോക്യുമെന്റ്സ് കൊടുത്ത് അവന്റെ ശ്രദ്ധ മാറ്റി ലിൻ അവനെ ഇട്ടടിച്ച് ആനിനെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ നിൽക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് അവിടെ എത്തി ലിന്നിനെ അടിച്ചിടുന്നുണ്ട്. രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ലെന്നു കരുതി അവർ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ലിന്നിന്റെ ബ്രദർ എത്തുന്നത്. അവൻ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്.
ഇതുവരെ അവനാണ് ലിന്നിനെ ഉപദ്രവിക്കാൻ നോക്കിയതെന്നല്ലേ നമ്മൾ കരുതിയത്. എന്നാൽ അതെല്ലാം ചെയ്തത് സിന്നിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ബ്രദർ വരുന്നത്. സിന്നിന്റെ ബോയ് ഫ്രണ്ട് ഇപ്പോഴുള്ളത് നമ്മുടെ ലിന്നിന്റെ സ്ഥാനത്തിലാണ്. ഇതേ സമയം ലിൻ ആനുമായി വളരെ തിരക്കിലാണ്. രണ്ടുപേരും അവർക്ക് കിട്ടിയ ചാൻസ് നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് സിന്നിന്റെ ബോയ് ഫ്രണ്ട് നമ്മുടെ ലിന്നിന്റെ അച്ഛനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഇവൻ മറ്റാരുമല്ല നമ്മുടെ ലിന്നിന്റെ തന്നെ സഹോദരനാണെന്ന്. ഈ വിവരം അറിയുന്ന ലിൻ അവന്റെ അച്ഛനെ അവൻക്ക് നന്നായി തന്നെ സംരക്ഷിക്കുവാൻ കഴിയാത്തതിനാൽ തന്നെ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ആൻ ലിന്നിനെ കൂട്ടി ഒരു മൂവിക്ക് പോകുന്നുണ്ട്. മൂവി കണ്ടിരിക്കെ തന്നെ അങ്ങോട്ട് നമ്മുടെ ആനിന്റെ ഫ്രണ്ടും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അങ്ങനെ അവർ ഒന്നിച്ചിരുന്നാണ് ആ ഒരു മൂവി കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ആനും ലിന്നും എന്തോ ഒരു ലെറ്ററിന് വേണ്ടി സിന്നിന്റെ വീട്ടിലേക്ക് ആരുമില്ലാത്ത ടൈം നോക്കി പോകുന്നുണ്ട്. അവിടേക്ക് പോകുവാനുള്ള കാരണം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നിന്ന് എല്ലാം പ്ലാൻ ചെയ്യുന്നത് സിന്നിന്റെ അമ്മ തന്നെയാണ്. അങ്ങനെ അവർ ആ ഒരു ലെറ്റർ എടുത്ത് അവിടെ നിന്ന് പോകുവാൻ നിൽക്കുമ്പോൾ സിൻ അവരെ കാണുന്നുണ്ട്. ഇതേ സമയം അവളുടെ അമ്മയും ബ്രദറും വന്ന് നോക്കുമ്പോൾ അവിടെ മറ്റാരുമില്ലായിരുന്നു, സിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിന്നിന്റെ വെഡിങ് ഡേ ആണ് നമ്മളെ കാണിക്കുന്നത്. അവരുടെ വിവാഹം നടക്കുന്നതിനിടെയായി അവനും സിന്നിന്റെ അമ്മയും ഓരോന്ന് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള റെക്കോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന സിൻ ആകെ തളരുന്നുണ്ട്. ഇതേ സമയം ലിൻ അവന്റെ ബ്രദറിന്റെ അടുത്ത് പോയി അവൻ ഇതുവരെ ചെയ്ത ഓരോ പ്രവൃത്തികളെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. അവൻ ചെയ്തതിന് ഏറ്റവും വലിയ തെളിവായി കോമയിലായിരുന്ന അവന്റെ അച്ഛൻ തന്നെ വരുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവരുടെ കമ്പനി നേരിട്ട പ്രശ്നം സോൾവ് ആകുന്നുണ്ട്. കൂട്ടത്തിൽ സിൻ ആനുമായുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞ് ഒന്നിക്കുന്നുണ്ട്. ലിന്നിന്റെ വലിയ ബ്രദർ ആണെങ്കിലോ അവൻ ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിലാണ്. കൂട്ടത്തിൽ ബ്രദറും ലിന്നും അവരുടെ പിണക്കങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആനിന്റെ ഷോപ്പിലാണേലോ ഇപ്പോൾ പുതിയ സ്റ്റാഫ്സ് ഒക്കെ വന്ന് ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. ലിന്നിന്റെ സഹോദരൻ അവൻ ചെയ്ത തെറ്റുകളെല്ലാം മറന്ന് ഒരു പുതിയ ആളായി മാറുന്നുണ്ട്. അവൻ പുറത്തിറങ്ങുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിൻ. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം ലിൻ ആനിനെ ഒരു പാർക്കിൽ വിളിച്ചു വരുത്തുന്നുണ്ട്. അവർ ഇത്രയും കാലം ഇഷ്ടത്തിലായിരുന്നെങ്കിലും അവൻ ഇതുവരെ അവളെ പ്രപ്പോസ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അതിനാൽ തന്നെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവൾക്ക് ഏറെ പ്രിയപ്പെട്ടവരെല്ലാവരും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഈ കൊച്ചു ലവ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു പുതിയ ഡ്രാമയുമായി നമുക്ക് വീണ്ടും കാണാം.